രാവിൽ വെച്ചേറ്റം ശ്രേഷ്ഠമായത് തിരുനബി, പൂജാതനായ രാവ് തന്നാ സാഹിബി. മുൻഭാഗം പോല കാഴ്ച നബിയിൽ പിന്നിലും, അതുപോലെ സ്ഖലനവുമില്ലുറക്കിലൊരിക്കലും. ഏതൊരു സദസ്സിൽ നബി ഇരുന്നാൽ പിന്നെ ചുമലവരിലെല്ലാം ഉയരുമെന്നാ പൊന്നേ. ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്നാ കാഷ്ടവും. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരെയും. ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റ് നിസ്കരിക്കുന്നതായി തിരുമുസ്തഫ തങ്ങൾ വുളു ചെയ്യാത്തതായി. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട്. തിരുനബി വിളിച്ചാലുത്തരം നിർബന്ധമാ, ഫർളായ നിസ്കാരത്തിലും അത് നിയമമാ. പോകേണ്ടതായി വന്നാലുടൻ നടന്നെങ്കിലും പോകൽ വുജൂബാ, ഖിബ്ല തെറ്റുന്നെങ്കിലും. നിസ്കാരത്തിനുടവൊന്നുമില്ലതുകൊണ്ട് അത് തിരുനബിക്കല്ലാതെ മറ്റാർക്കുണ്ട്. നബിമേൽ സ്വലാത്തോതുന്ന പക്ഷം ഒന്ന്, അവനുണ്ട് 10 സ്വലാത്ത് റബ്ബിൽ നിന്ന്. ഏതോ ത്വരീഖിൽ നബി നടന്നാൽ പിന്നെ നടക്കുന്നവൻ മണം കൊണ്ടതറിയും പൊന്നേ. ഹലീമത്തു സഅദിയ റളിയല്ലാഹു പറയുന്നു നബിയോടൊത്ത് സ്വല്ലല്ലാഹു. വീട്ടിൽ കടന്നപ്പോൾ മണം തന്നെ വിടയും, മിസ്കിന്റെ പരിമളമാണ് നാടൊട്ടാകെയും. നബിക്കുള്ള കാഷ്ടം തോഹിറാണേ മൂത്രവും, അതുപോലെ തന്നെ ഹബീബേ രക്തവും. നബിക്കുള്ള രക്തം കൊമ്പ് വെച്ചെടുക്കുന്നതായി അത് മൂടുവാൻ ഇബ്നു സുബൈറോടാജ്ഞയായി. താൻ കൊണ്ടുപോയത് മുഴുവനും കുടിക്കുന്നതായി നീ എന്തു ചെയ്തെന്നു നബി ചോദിക്കലായി. നബിക്കുള്ള രക്തത്തോട് നരകമൊരിക്കലും അടുക്കുന്നതല്ലെന്നുണ്ട് വിവരം എന്നിലും. അതുകൊണ്ട് ഞാനൊരു തുള്ളിയും കളയാതെ എന്റുള്ളിലേക്കൊഴിക്കുന്നതായി മൂടാതെ. ഉടൻ തന്നെ ശിരസിൽ മുസ്തഫ കൈവച്ചതായി തീ തൊടുകയില്ലെനി നിന്നെ എന്നോതുന്നതായി.